വീട്ടിലുണ്ടായിരുന്ന ഒരു യൂട്ടിലിറ്റി റൂമിനെ ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് അനന്തുവിനെ അപ്രോച്ച് ചെയ്തത്. എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമുക്കിങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുകയാണെങ്കിലും സ്റ്റിൽ ഇത് ഹോംലി ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ദിസ് ഈസ് റിയലി ഗുഡ്. പിന്നെ ഒരു മേജർ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ ഈ റൂമിൽ ഒരു വലിയ ബീം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന സിനിമ കാണാം. ഹലോ, എൻ്റെ പേര് സാജിദ് മണ്ണേൽ. I'm currently working as a director at General Agents, which is an artificial intelligence company based in San Francisco. My father recently got a house in Manyumel where I found an opportunity to satisfy a lifelong dream of mine, which was to have a home cinema in my own house. വീട്ടിലുണ്ടായിരുന്ന ഒരു യൂട്ടിലിറ്റി റൂമിനെ ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് അനന്തുവിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അനന്തു വന്ന് സൈറ്റ് കണ്ടു. എന്നിട്ട് പിന്നെ അനന്തു സ്പെസിഫിക്കേഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. So when we had this plan, ഞങ്ങൾ searched out for more vendors. Like നമ്മൾ 2-3 പേരോട് we reached out. Finally we zeroed in on Climax cinemas because we felt that they understood our needs more. There are some constraints that we had to work with because like most of the time we have realized that people when they have plans to build a home cinema, they do it during their planning phase. But we bought a house that was already built. So this is one of the major constraints that the vendor had to work with. And that is what we realized when we were talking to Climax Cinemas, that they understood the limitations that we had and they were very much accommodating towards our requirements. One of the major reasons we wanted a home cinema was like my father stays here. He watches cricket, football and normal things. We didn't want bass boosted stuff or like, we wanted natural tone. So they gave us a few quotations. If I remember correctly, one of them had and one of them had monitor audio, and Anandu suggested going for monitor audio because like it had a more mid profile sound. So നമ്മുടെ വീട്ടിലൊരു ഗ്രേ ആൻഡ് ബ്രൗൺ തീമാണ് മോസ്റ്റ്ലി പോകാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് they gave me a 3D visualization which I really liked. കുറച്ച് ചേഞ്ചസ് വേണമായിരുന്നു because like you know I wanted my own touch to it. അപ്പോൾ I asked for it and they incorporated the changes that I asked for. And then there was another constraint that they had to work with, which was like we had very limited time. So the whole process from the initial conception of the idea to the completion of the whole project took around 15 or 16 days, which is unimaginable in a time like this. കയറി വരുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് തന്നെയാണ് അല്ലേ. ഡ്യുവൽ ടോണിലാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സിമെൻറ്റ് ഗ്രേ ഷെയ്ഡും അതിനോടൊപ്പം ലൈറ്റ് ബീജ് കളറുമാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി റൂമിൻ്റെ പ്രപ്പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് നമ്മൾ ഈ ഒരു തിയേറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടാണ് എല്ലാത്തിനും സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു മനോഹരമായ ഒരു തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. ഡിസൈൻ എലമെൻ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഗോൾഡൻ സ്ട്രൈപ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതൊരു ടോട്ടൽ തിയേറ്ററിൻ്റെ ആംബിയൻസിന് നല്ല രീതിക്ക് ഒരു ഹൈലൈറ്റ്, ഒരു പ്രീമിയം ലെവലിലേക്ക് നമുക്ക് ആ ഒരു ഫീല് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമർക്കും അവരുടെ റിക്വയർമെൻറ്റ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളെ സാറ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു കുറച്ച് കണ്ടീഷൻസിലൊന്നായിരുന്നു ഈ റൂമിൻ്റെ ഡയമെൻഷൻ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് വരുന്നുണ്ട്. ബാക്കിലൊരു ബാൽക്കണി ഡോർ വരുന്നുണ്ട്, 2 സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് വിൻഡോ ആക്സസ് ചെയ്യാവുന്ന രീതിയിലും ഒരു ഡോറ് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 12x12 റൂമായിരുന്നു നമ്മളിത്. 12x12 ആകുമ്പോൾ ഒരു സ്ക്വയർ ലേ ഔട്ടുള്ള റൂമായതുകൊണ്ട് തന്നെ there were some challenges that they faced. പിന്നെ ഒരു മേജർ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ ഈ റൂമിൽ ഒരു വലിയ ബീം ഉണ്ടായിരുന്നു. ആ ബീം somehow they integrated into a design feature which worked out well. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രണ്ട് റോയിൽ ഒരു ബീം കാണാമെന്നുള്ളത്. ഈ കാണുന്ന ബീം എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് 8 അടിയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 അടിയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നമുക്ക് ഈ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 8 ഫീറ്റ് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടേ നമുക്ക് സ്ക്രീൻ പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ റൂമിന് ലെങ്ത്തും വിഡ്ത്തും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ റോ സീറ്റിങ്ങിൽ 4 മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 8 ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതിന് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഹൈറ്റ് കുറവാണ് വരുന്നത്, ബീം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ഒരു ബീമാണ് നമ്മൾ അക്വസ്റ്റിക്കലി കവർ ചെയ്തിട്ട് ഈ ഒരു ടോട്ടൽ തിയേറ്ററിന് ഡിസൈനെ മാച്ച് ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ടോട്ടൽ ഡിസൈൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കസ്റ്റം പെറ്റ് സ്ലാറ്റ്സ് ആണ്. അത് വിഷ്വലി മാത്രമല്ല സൗണ്ടിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രോപ്പർ ഒരു മൂവി എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ തിയേറ്ററും ഓരോ ചാപ്റ്റർ പോലെയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ തിയേറ്റർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പോൾ കസ്റ്റമറുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടും ബാക്കി എല്ലാ എലമെൻസും കൂടി ചേർന്നിട്ടാണ് നമ്മൾക്ക് ചെയ്യുന്ന ഏതൊരു വർക്കും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ മോൻ പറഞ്ഞിട്ട് ഒരു ഹോം തിയേറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ വി വെൻ്റ് ഹെഡ് വിത്ത് ദാറ്റ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഇൻ ദ സെൻസ് ഞങ്ങൾ പുറത്ത് പോയി നമുക്ക് സിനിമ കാണുന്നതിനേക്കാളും ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്ന് സിനിമ കാണാം, നമ്മുടെ സമയത്ത് കാണാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോസ് ചെയ്തിട്ട് പോവാം. ഇഫക്ട്സ് ആണെങ്കിൽ വെരി ഗുഡ്. ആക്ച്വലി ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ ഓരോ ഡ്രോപ്പ് വെള്ളം വീഴുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അത്ര നല്ല സൗണ്ട് ഇഫക്ട്സാണ്. പിള്ളേരെ ജോലി ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഗുഡ്. ഞാനിപ്പോൾ ആ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ നന്നായിട്ടുണ്ട്. ലൈഫിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറി. വി ക്യാൻ എൻജോയ് ലൈഫ് മോർ. ഞാൻ എല്ലാവരും പറയുന്ന അങ്ങനെ ഹോം തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ആടുകയാണെങ്കിൽ ദാറ്റ് ചേഞ്ച് യുവർ അപ്രോച്ച് ടു ദ ലൈഫ്. അങ്ങനെ തന്നെ മാറി കിട്ടും. അത്ര വി ഫീൽ മോർ കംഫർട്ടബിൾ. എൻ്റർടൈൻമെൻറ്റൊക്കെ നമുക്കിങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുകയാണെങ്കിലും സ്റ്റിൽ ഇത് ഹോംലി ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ദിസ് ഈസ് റിയലി ഗുഡ്. സിംഗിൾ റോ സീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്ററിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള 5.1 ഡോൾബി അറ്റ്മോസ് കൺഫിഗറേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്ക് ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് എലൈറ്റിൻ്റെ സേബിൾ സീരീസിൽ വരുന്ന ഒരു 120 ഇഞ്ചിൻ്റെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ് ഈ ഒരു നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ വിഷ്വൽസ് പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന BenQൻ്റെ ഷോർട്ട് ത്രോ പ്രൊജക്ടറായിട്ടുള്ള X500 ആണ്. ആദ്യത്തെ കൊട്ടേഷനിൽ വന്നിരുന്നത് 60 Hz LED പ്രൊജക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഗെയിം കളിക്കാറുണ്ട്. PS5 ഞാൻ പണ്ടേ ഒരു ഗെയിമിംഗ് എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്നത് സജസ്റ്റ് ചെയ്തു ഒരു 120 Hz 4K ലേസർ പ്രൊജക്ടർ. അപ്പോൾ ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി. ഐ ഫെൽ ദാറ്റ് വാസ് എ ബെറ്റർ ഓപ്ഷൻ. ദെൻ വി വെന്റ് വിത്ത് ദാറ്റ്. ഒരു അപ്ഗ്രേഡ് ആയിരുന്നു ദാറ്റ് വി ഡിഡ്. ടോട്ടൽ തിയേറ്ററിൻ്റെ ആംബിയൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വാം പ്രൊഫൈലേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ വാം പ്രൊഫൈലേഴ്സും അതേപോലെ സീലിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് സായിസാൻ്റെ ഈ ഒരു തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ടോട്ടൽ ആംബിയൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്ലോറിൽ നമ്മളൊരു ബേജ് കളർ കാർപ്പറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ റിക്ലൈനേഴ്സിൻ്റെ കളർസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ മൂവി ആസ്വദിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് ഫീൽ നമുക്ക് ഏതൊരു പൊസിഷനിൽ സെറ്റ് ചെയ്താലും ആ ഒരു മൂവി കാണാൻ സാധിക്കും. ടു സീറോ ഇൻ ഓൺ ദ സൗണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലൈക്ക് ഐ ടോൾഡ് അനന്തു അബൌട്ട് ദ കൈൻഡ് ഓഫ് മ്യൂസിക് ഐ ലിസൺ ടു. ഐ ഡോണ്ട് ലിസൺ ടു ലൈക്ക് ഹൈ ബേസ് സോങ്സ് ലൈക്ക് റാപ്പ് ഓർ സംതിങ്. ഐ ലിസൺ ടു മോർ ഓൾട്ടർനേറ്റീവ് സംതിങ് ലൈക്ക് ആർട്ടിക് മങ്കീസ് ആൻഡ് ഓൾ ദാറ്റ്. സോ അത് അത്ര ബേസ് ബൂസ്റ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. മിഡ് റേഞ്ച് ആയിരുന്നു കുറച്ചും കൂടി. ദാറ്റ്സ് വാട്ട് വി ഫെൽറ്റ് ലൈക്ക്. അപ്പോൾ അനന്ത് ഓൺലി സജസ്റ്റഡ് ലൈക്ക് മോണിറ്റർ ഓഡിയോൻ്റെ പോവാം. മോണിറ്റർ ഓഡിയോ വിൽ ഹാവ് സൂട്ട് മൈ സൗണ്ട് സിഗ്നേച്ചർ, മൈ പ്രിഫറൻസ് ടുവേർഡ്സ് ദാറ്റ്. ദാറ്റ്സ് വൈ വി ചോസ് മോണിറ്റർ ഓഡിയോ. 1972 സ്ഥാപിതമായ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് മോൺട്രോഡിയോ എന്ന് പറയുന്നത്. ആ ഒരു മോൺട്രോഡിയോൻ്റെ കംപ്ലീറ്റ് സ്പീക്കർ പാക്കേജാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മോൺട്രോഡിയോ? വൈ മോൺട്രോഡിയോ? മോൺട്രോഡിയോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ബാലൻസ്ഡ് സൗണ്ട് സിഗ്നേച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് മോൺട്രോഡിയോ എന്ന് പറയുന്നത്. LCR ആയിക്കോട്ടെ അല്ലെങ്കിൽ സറൗണ്ട് സ്പീക്കേഴ്സ് ആയിക്കോട്ടെ എല്ലാം ഒരു കംപ്ലീറ്റ് സ്പീക്കർ പാക്കേജ് മോണിറ്ററോടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ടോൺ അല്ലെങ്കിൽ സെയിം സൗണ്ട് സിഗ്നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു തിയേറ്റർ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ചാനൽ നമ്മൾ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോൺട്രോഡിൻ്റെ ബ്രോൺസ് 200 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ 2.5A ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു 35 Hz മുതൽ ഒരു 30 kHz വരെ നമുക്ക് അതിലേക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. മൂവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ നമുക്ക് പ്രോപ്പർലി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. സെൻട്രൽ ചാനലിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ബ്രോൺ സീരീസിൽ വരുന്ന 150 സെൻട്രൽ ചാനലാണ്. അതൊരു ഡയലോഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വോക്കൽ ആയിക്കോട്ടെ നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ ഒരു ഫ്രണ്ടിൽ നിന്ന് കറക്റ്റായിട്ട് ത്രോ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്ലേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോപ്പർ സൗണ്ട് സ്റ്റേജ് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു മോഡൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. സറൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവോൾവ് സ്പീക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ചെറിയൊരു ബോക്സ് ക്യാബിനറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻവോൾവ് സ്പീക്കർ അതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മോഡലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ W165 എന്ന് പറയുന്ന മോഡലാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ലീക്കി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ഡിസൈനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ഹിഡൻ ആയിട്ട് ഇരുന്നോളൂ. അറ്റ്മോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മോണിറ്ററോഡിൻ്റെ തന്നെ C165 എന്ന് പറയുന്ന ഒരു ഇൻസീലിംഗ് സ്പീക്കേഴ്സാണ്. അതേപോലെ തന്നെ ഈ ഒരു 13x13 റൂം സൈസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്വൂഫർ എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചിൻ്റെ സബ്വൂഫറാണ്. 10 ഇഞ്ചിൻ്റെ പോൾക്കോഡിയൻ്റെ HTS10 എന്നൊരു സബ്വൂഫറാണ്. AVR ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡെനോൺ തന്നെ 1800 എന്ന് പറയുന്നത് 5.1.2 മോഡലാണ്. എൻ്റെ പേര് ഐസ എന്നാണ്. ഞങ്ങളിപ്പോൾ ന്യൂലി മാരീഡ് ആണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന സിനിമ കാണാം. ഇപ്പോൾ ഒരു F1 മൂവി ഉണ്ടായിരുന്നു, ഞങ്ങൾ ആക്ച്വലി മിസ്സാക്കിയതായിരുന്നു, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ നല്ല ഫീലായിരുന്നു. സൗണ്ടും ആ ഒരു എഫക്റ്റും എല്ലാം നന്നായിരുന്നു. നമ്മൾ ഒരിക്കലും ഒരു സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് കണ്ടീഷൻസും അല്ലെങ്കിൽ വെല്ലുവിളി നേരിടേണ്ട സൈറ്റുകൾ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഈവൻ ചിലപ്പോൾ ഡോറിൻ്റെ പൊസിഷനാവാം അല്ലെങ്കിൽ വിൻഡോ പൊസിഷനാവാം അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ പൊസിഷനാവാം. അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസ്
എക്സ്പീരിയൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ പ്ലാൻ വരയ്ക്കുക, ആ വരയ്ക്കുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി നമുക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. റൂമിൻ്റെ ഡയമെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോർ പൊസിഷൻ ആയിക്കോട്ടെ, വിൻഡോ പൊസിഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഔട്ടർ ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബീം നമുക്ക് വെളിയിൽ നിന്ന് വെച്ചത്. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ കാണുന്നൊരു മനോഹരമായൊരു ഹോം തിയേറ്ററിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. പണ്ട് തിയേറ്ററിൽ പോയി എപ്പോഴും സിനിമ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഹോം തിയേറ്റർ വന്ന ശേഷം ഞങ്ങൾ ഇഷ്ടപ്പെട്ട മൂവീസ് വൈകുന്നേരങ്ങളിൽ ആ തിയേറ്ററിൽ പോയിരുന്ന് കാണാറുണ്ട്. നല്ല സൗണ്ട് ഇഫക്ട്സും എല്ലാം ഓൾ ഇൻ ഓൾ നല്ലതാണ്. സിനിമ കാണാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല. പണ്ട് തിയേറ്ററിൽ പോയി കാണുമായിരുന്നല്ലോ, ഇപ്പോൾ സെയിം എഫക്റ്റ് തന്നെ ആ ഇതോടെ തന്നെ ഫുൾ തിയേറ്ററിൻ്റെ എഫക്റ്റോടെ തന്നെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ തിയേറ്റർ കാരണം.